ഇന്ന് നമുക്കൊരു 1 പോട്ട് ചെമ്മീൻ പുലാവ് തയ്യാറാക്കിയെടുത്താലോ? അതായത് നമ്മളിപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഒരൊറ്റ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലോ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ റൈസ് കുക്കറിലാണ് ഈ പുലാവ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് കുക്കർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പ്രഷർ കുക്കറിലാണെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് വയനാടൻ കൈമയാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുലാവ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റൈസ് കുക്കറിലാണ് ഞാനിവിടെ പുലാവ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ചെമ്മീൻ നമുക്ക് മസാല തേച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ ചെമ്മീനുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ തൊണ്ടും അതേപോലെ തന്നെ ഞരമ്പും ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് മസാല തേച്ച് വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന തക്കാളി 2 എണ്ണം, വലിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ 3 4 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം തൈരാണ്, നല്ല കട്ടിയുള്ള തൈര്. അതിന് പകരം നമുക്ക് വിനെഗർ എടുക്കാം. അപ്പോൾ തൈര് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈരിന് പകരം വിനെഗർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. തൈരില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് പകരം വിനെഗർ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ മിൻറ്റ് ലീവ്സിൻ്റെ ഡ്രൈഡ് മിൻറ്റ് ലീവ്സാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് മിൻറ്റ് ലീവ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് പുതിന ഒരു പിടിയായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുലാവ് ആകുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 തണ്ട് അളവിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഗരം മസാല പൗഡറാണ്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഗരം മസാല പൗഡർ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം വറുത്ത് എടുത്തിട്ടുള്ള സബോളയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന സബോളയില്ലേ, അതേപോലെ നമ്മൾ വറുത്തെടുത്തേക്കുന്ന സബോള. ഈ സബോള നമുക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റിൽ വാങ്ങുന്ന സബോള നമുക്ക് ചേർത്ത് കൊടുക്കാം. പാക്കറ്റിൽ നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു 3 സബോള വറുത്തത് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ കവർ ചെയ്തിട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണില്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെക്കണം. ഇനി നമ്മൾക്ക് റൈസ് കുക്കറിൽ 1/2 മണിക്കൂറിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സബോള പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. അതിൽ നിന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഞാൻ സബോള പൊരിച്ചിട്ടുള്ളത്. ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ റൈസ് കുക്കറിലാണെങ്കിലും പ്രഷർ കുക്കറിലാണെങ്കിലും നമ്മൾ പുലാവ് ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എടുക്കുന്ന അരിയുടെയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെമ്മീൻ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ്റെയും ഒക്കെ അളവനുസരിച്ച് നമ്മുടെ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലോ കൊള്ളുന്ന അളവിലാണോ നമ്മൾ എടുക്കുന്നതെന്നും കൂടിയും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കുക്കർ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് അരി എടുക്കുന്നത്, അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ആ ഗ്ലാസ്സിൽ അളന്നെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം അരിയുടെ ഇരട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 2.5 കപ്പ് വയനാടൻ കൈമയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് 5 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും ബാക്കി 4 കപ്പ് തിളച്ച വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കുറവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 4.25 കപ്പ് തേങ്ങാപ്പാലും അതേപോലെ തന്നെ ചൂടുവെള്ളവും അടക്കം 4.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് വെള്ളം തിളപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇവിടെ ചെമ്മീനിൽ ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് പരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഉപ്പിടണ്ട, ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ
പിന്നെ ഗരം മസാല ഇവിടെ 1/2 ടീസ്പൂൺ നമ്മൾ ചെമ്മീനിൽ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ വീണ്ടും ഇതിൽ ഏലക്ക, ഗ്രാമ്പു, അതേപോലെ തന്നെ പട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പീസ് അല്ലെങ്കിൽ 3-4 ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല. നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഗരം മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ 1-2 അളവിൽ ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് റൈസ് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കാം. അപ്പോൾ റൈസ് കുക്കറിലാവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിയും അതേപോലെ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കീപ്പ് വാം എന്നുള്ള മോഡിലേക്ക് മാറിക്കോളും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതേ ചൂടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം നമ്മൾ റൈസ് കുക്കറിലല്ല പ്രഷർ കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കണതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾക്ക് പ്രഷർ കുക്കർ ഓഫാക്കിയിട്ട് നമ്മൾക്ക് ചൂടിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെമ്മീനൊക്കെ ഓവർ വെന്ത് റബ്ബർ പോലെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരിക്കലും വിസിൽ വരാനായിട്ട് അനുവദിക്കരുത്, അതിന് മുൻപ് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പുലാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.